ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ വെച്ചിട്ടൊരു ചെമ്മീൻ സാൻഡ്വിച്ചാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ചെമ്മീൻ വേണം. ചെമ്മീൻ്റെ തലയൊക്കെ ഒഴിവാക്കിയിട്ട് ഉള്ള ഭാഗങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ അടിപൊളിയായിട്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ വീട്ടിലുള്ള സാധാരണ ചേരുവ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ട ചേരുവ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യം. പക്ഷേ ഇത് ഒരുപാട് ഇടണ്ട, നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി. അപ്പോൾ ഇതാ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് മുളക് പൊടി. നമുക്ക് എത്രയാണോ ചെമ്മീൻ എടുക്കുന്നത് അതിനനുസരിച്ച് ഇത് മതി. ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ഭാഗം മഞ്ഞൾപ്പൊടി, പിന്നെ നുള്ള് ഉപ്പ്. മഞ്ഞൾപ്പൊടി കുറച്ച് കുറഞ്ഞ പോലെ ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാലയ്ക്ക് നല്ലപോലെ പിടിക്കട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചെമ്മീനൊക്കെ നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറെ ഫ്രൈ പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഇഞ്ചി ചെറുതായി മുറിച്ചതും അതുപോലെ വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും മാറ്റുന്ന അതിലോട്ട് ഒരു 3 സവാള, മീഡിയം സൈസ് 3 സവാള ഇതുപോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കും. കുറച്ച് ഉപ്പിടുണ്ട്. ഉപ്പിന് പെട്ടെന്ന് തന്നെ വഴറ്റിന് ചുറ്റിപ്പോരും. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ഇവിടെ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രൈ പാൻ്റെ ഇവിടെ ഉള്ളിവിടെ വഴഞ്ഞുകൊണ്ടിരിക്കുന്നു. സവാള ഇപ്പുറത്ത് നമുക്ക് കുറച്ച് തക്കാളി, ഒരൊറ്റ തക്കാളി കൂടെ ഇട്ടില്ല. ഇനി ഇതിലോട്ട് ഒരു തക്കാളിയാണ് അവിടെ ചെറിയൊരു തക്കാളി കൂടെ അരിഞ്ഞത് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനിവിടെ റെഡിയാണ് കേട്ടോ. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം മിക്സിയിൽ. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് മുളക് പൊടി, ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്തതല്ലേ. അതുപോലെ ചെമ്മീനും ഉപ്പുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉണ്ടാവും. അത് നല്ലോണം മിക്സ് ചെയ്യും. ഇത്രയും മതി കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചെമ്മീനൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് പേസ്റ്റ് രൂപത്തിലാവരുത്.
അപ്പോൾ ഈ മസാലയ്ക്ക് നമുക്ക് ഈ ചെമ്മീൻ്റെ ക്രഷ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇനി ഒരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ ഒന്ന് വെച്ചെടുക്കാം. ഇനി നമുക്കിത് അടിപൊളി സാൻഡ്വിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് നല്ല അടിപൊളി സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഒരു പീസ് ഇങ്ങനെ സെൻറ്ററിലൂടെ കൊടുക്കാം.